ഹലോ ഗായ്സ്, 6 മീറ്റേവിൻ ചാനലായിട്ട് അപ്പോൾ നമ്മുടെ അടിപൊളി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗീവവേൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഗീവയൊക്കെ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ സബ് ചെയ്ത് ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. നമുക്ക് 12 സബും കൂടെയാണ് ഗൈസ് അപ്പോൾ ഇനി വേണ്ടത്. ഗൈസ് അപ്പം ഞാനപ്പം ഒരു എനിമിനെ കണ്ട് അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കി, നടന്നില്ല. അപ്പം ഞാൻ അവിടെ വീട്ടിൽ കണ്ട് അപ്പം അവൻ വാനിഷായി പോയിട്ടുണ്ട്. എന്താ പറയാ, ചെറുക്കനെ കണ്ടിട്ടുണ്ട്. ചെറുക്കനെ ഞാൻ തമ്മിൽ ഫൈറ്റ് അപ്പോൾ അവനാണെങ്കിൽ എന്നെ ഇടിച്ചിടാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഗൈസ് 1v3 സിറ്റുവേഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഹോങ്കോം ഇട്ടിട്ടുണ്ട് ഗൈസിന്. അപ്പം അങ്ങനെ അവനെ നോക്ക്. അപ്പോൾ അവൻ്റെ ടീമേറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ബോൺഫയർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മെഡും കൂടെ അടിക്കുവാണ്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലുണ്ട് അവൻ്റെ ടീമേറ്റ്. അപ്പം എൻ്റെ ഹോങ്കോം പോയി. അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ മണ്ടേ കയറിയിട്ടുണ്ട്. അപ്പോൾ അവനെന്നെ അവിടെ നിന്ന് അടിക്കാൻ നോക്കി, ചെറുക്കന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവനെന്നെ അടിച്ച് അവൻ ഇല്ലാണ്ടാക്കി. അപ്പോൾ ഞാൻ ചത്ത്. സോറി. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്തായാലും പോയി. അപ്പോൾ അവൻ ഏത് കേസ് നമ്മളെടുത്താണ് അവൻ്റെ ഇമോട്ടടി. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു അവനെ വെറുതെ വിടത്തില്ല. അത്ര നമ്മളെടുത്ത് ഇമോട്ടടിച്ചിട്ടുണ്ട്. ഈ കേസ് അവൻ്റെ കാര്യം കട്ടം. അവൻ എവിടെ പോളിച്ചാൽ അവനെ എടുത്തിട്ടടിക്കും. ഇപ്പം നമ്മുടെ ഹോങ്കോങ് അവനോടും വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, നമുക്കപ്പോൾ അവനെ അടിച്ചിട്ടുള്ള ബാക്കി പരിപാടി കിട്ടുമോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഹോങ്കോമൊക്കെ സെറ്റായി. പാവന്മാരിനി എവിടെ നിന്ന് വരും നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ നൈസിന് ഈ കോർണർ വന്നിട്ടുണ്ട്. വന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവനെ ടീമേറ്റൊക്കെ കൂടെ കൂടി നോക്കാക്കി. അപ്പോൾ നമുക്ക് ഇമോട്ട് അടിക്കേണ്ട ഇറക്കാൻ. അപ്പം നമ്മളപ്പോൾ അവനെ ഇമോട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അധിക സമയമൊന്നുമില്ല. അപ്പോൾ അവിടെ അവനെ പൊക്കി തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ നോവേ. ഇപ്പോൾ ഏത് റവൽ നമ്മൾ റീവെഞ്ച് എങ്ങനെയുണ്ട്. അപ്പം അമ്മാര എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ടിട്ട് അമ്മാരെ അങ്ങ് ഊക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മതി. റോഡ് ടു 50 സബ്ബാണ്. 50 സബിൽ നമ്മൾ ഗീവ് ഉണ്ട്, ഉറപ്പാണ്. ശരി, അപ്പോൾ ഗ്ലൂവാളായിരുന്നു ഉണ്ട്. എന്തായാലും അമ്മ ഈ തവണ നമ്മളെടുത്ത് റിവെഞ്ച് എടുക്കാൻ വരും. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പം എനിക്ക് തോന്നി ഏസിന് ഗണ്ണൊന്ന് മാറ്റി പിടിച്ചേക്കാലോ ഒന്ന്. അപ്പം ഗണ്ണ് ഏസിന് മാറ്റി പിടിച്ച് എന്നിട്ട് ഗ്ലൂവാൾ സെറ്റാക്കുകയാണ് ഇത്. അപ്പോൾ അയ്യോ അപ്പോൾ സ്പീഡ് ഇട്ടവൻ അവിടെ വന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പം അവൻ എവിടെ നിന്ന് എങ്ങനെ വരുന്നത് എനിക്കറിയത്തില്ല. അപ്പം അവൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആയിരിക്കൂലേ. നമ്മുടെ ടീമേറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരുത്തും താവട്ടെ അടി. അവൻ എന്നെ ഫിനിഷ് അടിച്ച്. അപ്പം എന്നെ ഇങ്ങോട്ടൊന്നും അടിച്ചില്ല, അവരെ ഫിനിഷ് അടിക്കുകയാണത്. അപ്പം ഇവന്മാരൊന്നും എൻ്റെ ഫ്രണ്ടേ അല്ല. അതുകൊണ്ട് എന്ത് കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. ടീമേറ്റൊക്കെ താവട്ടെടുത്ത് ആടി. ഇപ്പം നമ്മുടെ സർക്കന് ഡൗട്ട് വന്നു. അവനപ്പോൾ അവനെ കണ്ടെന്നാണ് എൻ്റെ. അപ്പോൾ അവനെ ബാക്കിൽ നിന്നൊന്ന് അടിച്ചിട്ട് ഏതോ നമ്മുടെ ടീമിൻ്റെ മോനെ ഗായ്സ് വിഷയം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് എടുത്ത് മാസ് കാണിച്ച് ഗൈസ് അപ്പം നമ്മുടെ റേഞ്ചും കൂടെ അവൻ കംപ്ലീറ്റ് ചെയ്ത്. ടീമേറ്റിന് കിട്ടാൻ എനിക്ക് ഭാഗ്യം. അപ്പം ഞാനാണെങ്കിൽ വിചാരിച്ചു MB40 അടിപൊളി ഗെയിം പ്ലേ നോക്കാമല്ലോ. MB40 എന്താവും എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കളിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ A94 അടിപൊളി ചെയ്താ. എന്തായാലും അങ്ങനെ അടിച്ചിടണം. അത് മാത്രം എനിക്ക് ലക്ഷ്യം. ഇപ്പോൾ എൻ്റെ എനിമീസിനൊക്കെ സൈഡിൽ സ്പോട്ട് ചെയ്ത് ഓൾറെഡി.
അവന്മാർ അവിടെ ഉണ്ട്. മിന്നലുള്ളി പോലെ കാണാനില്ല കേട്ടോ. സൈഡ് ഒന്നും കൂടെ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അവിടെ സോൺ നമ്മുടെ ടീംമേറ്റിനേസ് നോക്കായി. അപ്പോൾ ഞങ്ങളുടെ എനിമി അവിടെ ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടീംമേറ്റിനെ ഫൈറ്റ് നമുക്ക് അവിടെ ഒറ്റയ്ക്കാണ്. ഞാനപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് ഓടിപ്പോവാണ്. ഓ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യമൊന്നും വന്നില്ല സർ. നമ്മുടെ ടീംമേറ്റ് തന്നെ എല്ലാ കളി എടുത്ത് ഏതാ റേഞ്ച്. അപ്പോൾ നമ്മൾ ഷോർട്ട് റേഞ്ച് ഗണ്ണുള്ളി കളിക്കാൻ പോകണം. ഗൈസ്, അപ്പോൾ ഞാനപ്പോൾ ഇവിടെ എയർ ഡ്രോപ്പിൽ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീംമേറ്റ് ചെറുക്കനും കൂടെ ഉണ്ട്. അപ്പോൾ അവർ എവിടെയായി ബിൽഡിങ് നല്ല സംശയമുണ്ട്. അപ്പോൾ ഞാൻ ടീമേറ്റൊക്കെ ഓടിച്ചെല്ലുവാണ്. അവിടെ ഉണ്ടായി. ഞാൻ ഹോം കോം ഇട്ടിട്ടുണ്ട്. പോയി ശേതാ ടീംമേറ്റിൻ്റെ കളി. ഇപ്പം ഒരുത്തനും കൂടെ ഉണ്ട്. അവൻ എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇതുവഴി ചാടി. ഇപ്പം അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഞാനിവിടെ സ്പോട്ട് ചെയ്ത്. ഇന്ത്യയിൽ ആകെയുള്ള ബ്ലൂ മിൽട്ടറാണ്. അവന്മാരാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുവാണ്. ഞാൻ എന്തെങ്കിലും അവന്മാർ തോണി കേട്ടിട്ടില്ല. ഒന്നെങ്കിൽ അവന്മാർ കളിയുണ്ട്. നല്ല ഡാമേജ് കൊടുത്ത്. ഓക്കെ, അപ്പോൾ അവന്മാരെന്തായാലും ഇതുവഴി ഇറങ്ങും. ഇതുവഴി തന്നെ ഇറങ്ങണം. ഒരുത്തൻ ചാടിയോ സംശയമുണ്ട്. ഞാൻ നൈസിനെടുത്ത് ചാടി. ഏതാ ഗൈസ് നമ്മുടെ. അപ്പോൾ ഈ ഗെയിം ഇഷ്ടപ്പെടുമെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മുടെ എല്ലാവർക്കും ബൈ ബൈ.